നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഒരു ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ, ഇന്നലെ രാത്രിയിൽ ഏറ്റവും ഒടുവിലായി വന്ന പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നേഷൻ ഫസ്റ്റിന്റെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. ഒട്ടനേകം വാർത്തകൾ ഇന്നത്തെ ദിവസവും സംഭവിക്കാനുണ്ട്. ഇന്നത്തേത് സംഭവബഹുലമായ ഒരു ദിവസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ദിവസം BJPയുടെ ടീം പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രഖ്യാപിച്ച പുതിയ ദേശീയ ഭാരവാഹി പട്ടിക അത് പാർട്ടിയുടെ സംഘടനാ സമീപനത്തിൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കമിടുന്നതിന്റെ സൂചനയാണെന്നാണ് വരുന്ന വാർത്തകൾ. പരിചയസമ്പന്നരായ നേതാക്കളെ നിലനിർത്തിയും പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുകയും ചെയ്യുന്ന തരത്തിലാണ് ദേശീയ ടീമിന്റെ പുനഃസംഘടന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള ദീർഘകാല സംഘടനാ തയ്യാറെടുപ്പായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. വാർത്തയിലേക്ക്. പുതിയ ടീമിൽ 13 ദേശീയ ഉപാധ്യക്ഷന്മാരും 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരുമാണ് ഉള്ളത്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് ദേശീയ ജനറൽ സെക്രട്ടറി പദവി നൽകിയതിലൂടെ രാഷ്ട്രീയ രംഗത്ത് അവരുടെ തിരിച്ചുവരവിനാണ് കളമൊരുങ്ങുന്നത്. രാം മാധവ്, വസുന്ധര രാജ സിന്ധ്യ, ഡി പുരന്ദരേശ്വരി, താരിഖ് മൻസൂർ, തീർത്ത് സിംഗ് റാവത്ത് തുടങ്ങിയ നേതാക്കളെ ഉൾപ്പെടുത്തുക വഴി വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും സാമൂഹിക വിഭാഗങ്ങളിലും പാർട്ടിയുടെ സംഘടനാ സ്വാധീനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും പിന്നിലുണ്ട്. പുതിയ ടീമിൽ BL സന്തോഷ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതും പീയൂഷ് ഗോയൽ ട്രഷററായി എത്തിയതും ശ്രദ്ധേയമാണ്. BJPയുടെ പ്രവർത്തന രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തോടൊപ്പം ശക്തമായ ബൂത്ത് തല സംഘടനയ്ക്കും കേഡർ സംവിധാനത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ദേശീയ ടീമിനെ കേവലം നേതാക്കളുടെ പട്ടികയായി കാണുന്നതിനേക്കാൾ അടുത്ത ഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനത്തിനുള്ള കമാൻഡ് ഘടനയായി കാണുന്നതാണ് കൂടുതൽ പ്രസക്തം. പുതിയ പുനഃസംഘടനയിലെ മറ്റൊരു പ്രധാന സന്ദേശം മുതിർന്ന നേതാക്കളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്ന രീതിയല്ല BJP സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ചില പ്രമുഖ നേതാക്കൾക്ക് പുതിയ ചുമതലകൾ നൽകിയും സംഘടനയുടെ വിവിധ തലങ്ങളിലേക്ക് പുനർവിന്യസിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ ടീമിൽ വനിതകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കും പ്രാതിനിധ്യം നൽകാനുള്ള ശ്രമവും ശ്രദ്ധേയമാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ദേശീയ ടീമിൽ 12 വനിതകളും 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ യുവജന, വനിതാ, OBC തുടങ്ങിയ മോർച്ചകളിലും പുതിയ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹേമാങ് ജോഷിയെ BJP യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായി നിയമിച്ചത് യുവ നേതൃത്വത്തിന് നൽകുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണ്. അതോടൊപ്പം മാധ്യമ സോഷ്യൽ മീഡിയ സംവിധാനത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ദീർഘകാലമായി BJPയുടെ IT സംവിധാനവുമായി ബന്ധപ്പെട്ടിരുന്ന അമിത് മാളവിയയുടെ ചുമതല മാറ്റി ദീപക് മഹാസ്കയെ പുതിയ ചുമതലയിൽ കൊണ്ടുവന്നത് പാർട്ടിയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തന്ത്രത്തിൽ മാറ്റത്തിനുള്ള സൂചനയായി കാണാം. അതേസമയം പുതിയ ദേശീയ ടീമിനെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദീർഘകാല തയ്യാറെടുപ്പിന്റെ ഭാഗമായും കാണാം. യുവ നേതാക്കളെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുക, പ്രാദേശിക സമവാക്യങ്ങൾ ശക്തിപ്പെടുത്തുക, സാമൂഹിക വിഭാഗങ്ങളിലേക്കുള്ള പാർട്ടിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക, ഡിജിറ്റൽ ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് മുന്നിലുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. പുതിയ മുഖങ്ങൾക്ക് അവസരം, പഴയ അനുഭവത്തിന്റെ പ്രയോജനം, സാമൂഹിക പ്രാദേശിക സമതുലിതാവസ്ഥ, കേഡർ അധിഷ്ഠിത പ്രവർത്തനം, ഡിജിറ്റൽ ആശയവിനിമയത്തിലെ പുനഃക്രമീകരണം ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പുതിയ ദേശീയ ടീമിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു BJP ദേശീയ ഭാരവാഹി പട്ടിക മാത്രമല്ല, അടുത്ത ഏതാനും വർഷങ്ങളിലെ പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ ദിശ നിർണ്ണയിക്കാൻ നിതിൻ നബീൻ രൂപപ്പെടുത്തിയ പുതിയ സംഘടനാ ബ്ലൂ പ്രിന്റ് കൂടിയാണ്. ജനം, ഡൽഹി. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ BJP ദേശീയ ടീം പുതുതായി അത് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. പുതിയ കുറെ ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോയില്ല. പകരം പരിചയസമ്പന്നരെ നിലനിർത്തി പുതുതായി കുറച്ചാളുകൾ കൂടി വരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. BJP എപ്പോഴും അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് നടത്താറുള്ളത് എന്ന് ഏവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് അടക്കം 2027 വരുന്ന തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ടീമിനെയാണ് അവരിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. BJPയുടെ പുതിയ ദേശീയ ടീമിൽ 13 ദേശീയ ഉപാധ്യക്ഷന്മാർ, 8 ദേശീയ ജനറൽ സെക്രട്ടറിമാർ, 16 ദേശീയ സെക്രട്ടറിമാർ തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നത്. ആകെ 65 ഭാരവാഹികളിൽ 51 പേരും പുതുമുഖങ്ങളാണ്. ഇതിലെ പ്രധാനികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. വാർത്തയിലേക്ക്.
പുതിയ BJP ദേശീയ അധ്യക്ഷൻ ബീഹാറിൽ നിന്നുള്ള യുവ നേതാവായ നിതിൻ നബീന്റെ നേതൃത്വത്തിലാണ് പുതിയ ദേശീയ ടീമിന്റെ രൂപീകരണം. സംഘടനയെ കൂടുതൽ യുവത്വത്തിലേക്കും തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിലേക്കും നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. പുതിയ ടീമിൽ വലിയ തോതിൽ പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തിയതിലൂടെ അനുഭവവും യുവത്വവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംഘടനാ മാതൃകയാണ് നിതിൻ നബീൻ മുന്നോട്ട് വയ്ക്കുന്നത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള ആദ്യ വലിയ സംഘടനാ പരീക്ഷണമാണിത്. സംഘടനയുടെ പ്രധാന തന്ത്രജ്ഞൻ BJP ദേശീയ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ എന്ന ചുമതലയിൽ BL സന്തോഷ് തുടരുന്നു. BJPയുടെ കേഡർ സംവിധാനത്തെയും സംഘടനാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണിത്. സംഘടനാ തലത്തിൽ RSS പശ്ചാത്തലമുള്ള BL സന്തോഷിന്റെ തുടർച്ച പുതിയ ടീമിൽ സംഘടനാപരമായ സ്ഥിരതയ്ക്ക് BJP നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. പുതിയ ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരിച്ചുവരവാണ് സ്മൃതി ഇറാനിയുടേത്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അവർ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടതിനു ശേഷം പാർട്ടിയുടെ ദേശീയ സംഘടനാ നേതൃത്വത്തിലേക്കുള്ള ഈ തിരിച്ചുവരവ് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ സ്മൃതി ഇറാനിയുടെ ജനപ്രചാരണ ശേഷിയും രാഷ്ട്രീയ അനുഭവവും BJPക്ക് പ്രയോജനപ്പെടുത്താനാണ് നീക്കമെന്ന വിലയിരുത്തലുണ്ട്. മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാം മാധവ് ഇത്തവണ ദേശീയ ഉപാധ്യക്ഷനായി തിരിച്ചെത്തുന്നു. BJPയും RSSും തമ്മിലുള്ള സംഘടനാ ഏകോപനത്തിലും ജമ്മു കാശ്മീർ വടക്കുകിഴക്കൻ മേഖല തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ദീർഘകാല അനുഭവമുണ്ട്. പുതിയ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിചയസമ്പന്നനായ സംഘടനാ തന്ത്രജ്ഞനെ വീണ്ടും ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന നീക്കമായി കാണാം. രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ദേശീയ ഉപാധ്യക്ഷയായി തുടരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ജനപിന്തുണയും ഭരണപരിചയവുമുള്ള നേതാവാണ് അവർ. പുതിയ ടീമിൽ അവരെ നിലനിർത്തിയത് മുതിർന്ന നേതാക്കളുടെ അനുഭവം പൂർണ്ണമായി മാറ്റി നിർത്താതെ സംഘടനയിൽ ഉപയോഗിക്കാനുള്ള BJP സമീപനത്തിന്റെ ഉദാഹരണമാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ദേശീയ ട്രഷററുടെ ചുമതല നൽകിയതാണ് പുതിയ ടീമിലെ മറ്റൊരു ശ്രദ്ധേയമായ നിയമനം. കേന്ദ്ര ഭരണത്തിലെ പരിചയവും സാമ്പത്തിക വാണിജ്യ മേഖലകളിലെ പ്രവർത്തന പരിചയവുമുള്ള ഗോയലിനെ സംഘടനയുടെ സാമ്പത്തിക ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിയുടെ സാമ്പത്തിക സംവിധാനത്തിന് കൂടുതൽ പ്രൊഫഷണൽ സമീപനം നൽകാനുള്ള ശ്രമമായി കാണാം. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള D പുരന്ദരേശ്വരി ദേശീയ ഉപാധ്യക്ഷയായി തുടരുന്നു. ദക്ഷിണേന്ത്യയിൽ BJPയുടെ സംഘടനാ വ്യാപനം കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യത്തിൽ അവരുടെ ദേശീയ ചുമതലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അവരുടെ അനുഭവം പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താനാകും. പ്രൊഫസർ താരിഖ് മൻസൂർ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ മൻസൂറിന്റെ ഉൾപ്പെടുത്തൽ ന്യൂനപക്ഷ സമൂഹങ്ങളിലേക്കുള്ള BJPയുടെ സംഘടനാ രാഷ്ട്രീയ ഔട്ട്റീച്ചിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉത്തരാഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി തീരത്ത് സിംഗ് റാവത്ത് ദേശീയ ഉപാധ്യക്ഷനായി പുതിയ ടീമിലുണ്ട്. സംസ്ഥാന ഭരണത്തിലും സംഘടനാ രാഷ്ട്രീയത്തിലും പരിചയമുള്ള അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉത്തരേന്ത്യയിലെ സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ പരിചയസമ്പത്ത് നൽകുന്ന നീക്കമാണ്. വടക്ക് കിഴക്കിന്റെ പ്രതിനിധി ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബ് ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ സംഘത്തിൽ ഇടം നേടിയിട്ടുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ BJPയുടെ വളർച്ചയിൽ ത്രിപുര ഒരു പ്രധാന ഉദാഹരണമാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ദേശീയ സംഘടനാ ചുമതല വടക്ക് കിഴക്കൻ മേഖലയിൽ പാർട്ടിയുടെ രാഷ്ട്രീയ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാനാകും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദ് താവ്ഡെ പുതിയ ദേശീയ ടീമിലും പ്രധാന സംഘടനാ ചുമതലയിൽ തുടരുന്നു. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിലും സംഘടനാ പ്രവർത്തനത്തിലും പരിചയമുള്ള നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദേശീയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. പുതിയ ടീമിൽ പരിചയസമ്പന്നരായ ചില നേതാക്കളെ നിലനിർത്തിയതിന്റെ ഭാഗമാണിത്. സുനിൽ ബൻസൽ BJPയുടെ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനത്തിൽ ഏറെ ശ്രദ്ധ നേടിയ നേതാവാണ്. പുതിയ ദേശീയ ടീമിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള സംഘടനാ പ്രവർത്തനം മുതൽ വലിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വരെ കൈകാര്യം ചെയ്ത അനുഭവം അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രധാന സംഘടനാ തന്ത്രജ്ഞരിൽ ഒരാളാക്കുന്നു. രാജസ്ഥാനിലെ മുൻ BJP അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ സതീഷ് പൂനിയയും പുതിയ ദേശീയ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. രാജസ്ഥാനിലെ സംഘടനാ പ്രവർത്തനത്തിൽ നേടിയ അനുഭവം ദേശീയ തലത്തിൽ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിയമനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്താം. ഗുജറാത്തിൽ നിന്നുള്ള ഹേമാങ് ജോഷിയെ BJP യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായി നിയമിച്ചു. പുതിയ BJP ടീമിലെ യുവമുഖങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ നിയമനം. യുവജനങ്ങളെ പാർട്ടി സംഘടനയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ഡിജിറ്റൽ കാലഘട്ടത്തിലെ യുവ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാന ദൗത്യങ്ങളായിരിക്കും. നിതിൻ നബീന്റെ പുതിയ ടീമിനെ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമാണ്. യുവത്വം, സംഘടനാ പരിചയം, സാമൂഹിക പ്രാദേശിക സന്തുലിതാവസ്ഥ എന്നിവയിൽ അടിസ്ഥാനമാക്കിയാണ് പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. ജനം, ഡൽഹി. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ BJPയുടെ സംഘടന
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടന ഇന്നലെ പുതിയ ടീം അതിന് വന്നു. അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ 2 പാക്കേജുകളാണ് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. ഇനി ഇതിനെക്കുറിച്ച് വീണ്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് ജനം ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ഇത് ലഭ്യവുമാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ ജിയുടെ ഒരു പ്രത്യേക നിർദ്ദേശമായിരുന്നു BJPയുടെ പുതിയ ഈ ടീമിനെയും BJPയുടെ ഈ പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പും വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം എന്നുള്ളത്. ഈ പുതിയ ടീമിലേക്ക് വന്ന റാം മാധവും സ്മൃതി ഇറാനിയും ഒക്കെ ജനം ടിവിയുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും K. സുരേന്ദ്രൻ കൂടി ദേശീയ ടീമിലേക്ക് എത്തുന്നതോടെ ദേശീയ തലത്തിൽ മലയാളി സാന്നിധ്യം കൂടി ഉറപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചു വരാം. ഇടവേള. Celebrate lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, nandilattu G-Martil. Laka 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 laka, vangu jeiku aaghoshiku. ഈ ഓണം ആഘോഷിക്കൂ ഗോപു നന്ദിലെ G-Martനോടൊപ്പം. എവിടെ പഠിച്ചേ? അല്ല ആദ്യയാണോ? ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആദ്യ സൂപ്പർ അല്ലേ? ഏത് കോഴ്സ് ആണെങ്കിലും എനിക്കും ഓക്കെയാ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ബെസ്റ്റ് ക്വാളിറ്റി എന്ത് വേണമെങ്കിലും എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. ഈ ഓണക്കാലം ആഘോഷമാക്കൂ ജയലക്ഷ്മി ബെസ്റ്റ് ഓഫ് ഓൾ ടൈമിനൊപ്പം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും. പിന്നെ ഞങ്ങളുടെ അമ്മ എന്തെടുത്താലും ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇപ്പോഴും വാടക വീട് തന്നെ ശരണം. കിട്ടാവുന്ന ലോണൊക്കെ എടുത്തു. ഇനി സ്വർണ്ണ പണയം വല്ലതും നോക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വിൽക്കുന്ന നല്ലത്. പണയം ടെൻഷൻ കുറയ്ക്കും, പക്ഷെ അതിലേറെ ടെൻഷൻ ഉണ്ടാക്കും. പലിശ, അടവ്, തിരിച്ചടവ്. സ്വർണം എവിടുന്ന് വാങ്ങിയതാണെങ്കിലും അത് ജോയി ആലുക്കാസിൽ വിൽക്കുമ്പോൾ ഏറ്റവും മികച്ച വില, അതും 15 മിനിറ്റിനുള്ളിൽ. സ്വർണം വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും ജോയി ആലുക്കാസ് ഉണ്ടല്ലോ. നൂറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ TMT ഷ്യാം മാത്രം. ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ. ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കോൺഗ്രസിൽ വന്ദേ മാതര വിവാദം തുടരുന്നതിനിടെ ഇന്നലെ ഗോവയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡങ്ങൾ മാത്രം ആലപിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ നിയമത്തിൽ വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവി നൽകുകയും അത് മാത്രമല്ല പൂർണ്ണ ആലാപനത്തിന് നിയമപരമായ സംരക്ഷണം നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗോവയിലെ ഈ സംഭവം. 1937 കോൺഗ്രസ് തീരുമാനമാണ് 2 ഖണ്ഡങ്ങൾ മാത്രം ആലപിക്കുന്നതിന് കാരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇനി നടക്കുന്ന പാർട്ടി പരിപാടികളിലും ആദ്യ 2 ഖണ്ഡങ്ങൾ മാത്രം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾക്കറിയാം, ഈ പാർട്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ നാട്ടിലെ ആളുകളുടെ ജീവശ്വാസമായിരുന്നു. പക്ഷേ അതിനുശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞതാണ് ഈ പാർട്ടി പിരിച്ചുവിടണം എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. നിങ്ങൾ ഓർക്കേണ്ടത്, ബ്രിട്ടീഷുകാരന്റെ കൊലക്കയറിലേക്ക് നടന്നു കയറുമ്പോൾ പുഞ്ചിരിയോടുകൂടി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉരുവിട്ട മന്ത്രമാണ് വന്ദേ മാതരം. അതാണ് ഇന്ന് ഈ കോൺഗ്രസിന്, അതും ഒരു വിദേശ വനിതയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് അനഭിമതമായിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിലെ പല ആളുകളും കടുത്ത അമർഷത്തിലായിരിക്കും ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാജു പി നായരെ പോലെ കേരളത്തിൽ നിന്നുള്ള ചില ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ മാത്രം ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരും. കേരളത്തിൽ മറ്റ് പോംവഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പാണക്കാട് തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് നീങ്ങാൻ നിലവിലിപ്പോൾ VD സതീശന് സാധിക്കില്ല. ഈ രാജ്യത്തെ വെട്ടിമുറിച്ച, പാകിസ്ഥാനും ഭാരതവും എന്ന രീതിയിൽ വെട്ടിമുറിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ അവശിഷ്ടമാണ് കേരളത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് തൂത്തുകൂട്ടി ഈ പാണക്കാട് മുറ്റത്ത് അടിഞ്ഞിരിക്കുന്നത്. അവരാണ് തെട്ടൂരമിറക്കുന്നത്. ഈ രാജ്യത്തെ വെട്ടിമുറിച്ചിട്ടും അവരുടെ ഉള്ളിലെ മതവിഷം ഇനിയും ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രാജവെമ്പാലയുടെ വിഷപ്പല്ല് പറിക്കുക എന്നതാണ് ഈ രാഷ്ട്രത്തിലെ രാഷ്ട്രസ്നേഹികളായ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതും വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടാണ്.
വന്ദേ മാതരത്തെ അപമാനിച്ച സോണിയയ്ക്കെതിരെ പരാതി പ്രവാഹം തുടരുന്നു എന്നതാണ് വാർത്ത. ഈ സോണിയ ഗാന്ധി എന്ന് ഇവരെ വിളിക്കാത്തത് മനഃപൂർവ്വമാണ്. കാരണം ആ പേര് ഇനി അവർക്ക് ചേരില്ല. കാരണം അവർ ഭാരതത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നമുക്ക് ഏറ്റവും അധികം ഊർജം നൽകിയ ആ വന്ദേ മാതരത്തെ അപമാനിച്ചതോടുകൂടി ആ പേരിന് അവർ അർഹയല്ലാതായി മാറിയിരിക്കുന്നു. നിങ്ങളൊരു കാര്യം പ്രിയ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ പകുതി വെച്ച് വന്ദേ മാതരം നിർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷം ജയറാം രമേശ് എന്ന കോൺഗ്രസ് അടിമ ഈ സോണിയ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അടിമ പറഞ്ഞത് കസേര കൊണ്ടുവരാനാണ് സോണിയ പറഞ്ഞത് എന്ന്. അത് ട്രോളായി ഇറങ്ങിയത്. അവർ പറഞ്ഞത് ഒരു 5 ചായ വേണം, അതിൽ 2 വിത്തൗട്ട് എന്നാണ് സോണിയ പറഞ്ഞത് എന്ന് പറയാഞ്ഞത് കാര്യമായി എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്ര വെളിവുകെട്ട ആളുകളാണോ കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളതെന്ന്. ഈ ദൃശ്യങ്ങൾ കണ്ട പൊതുജനങ്ങൾക്ക് വരെ കാര്യം മനസ്സിലായി. എന്നിട്ടും ജയറാം രമേശ് കിടന്ന് മെഴുകുകയാണ്. ഉപയോഗിക്കാൻ തോന്നിയ വാക്ക് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ നമ്പർ 1 ചാനലിനെ നോക്കി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വാക്കാണ് മെഴിയല്ലോടോ. അതിന് തൊട്ടു മുമ്പ് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, അത് ഞാൻ പറയുന്നില്ല മര്യാദ കൊണ്ട്. അപ്പോൾ അതാണ് ഉപയോഗിക്കാൻ തോന്നുന്നത് ജയറാം രമേശിന്റെ ഈ ബദ്ധപ്പാട് കാണുമ്പോൾ. വാർത്തയിലേക്ക് തന്നെ പോകുന്നു. അതേസമയം ഈ സോണിയയ്ക്കെതിരെ പല ഭാഗത്തും ഇപ്പോൾ പരാതികൾ ഉയർന്നു വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അഭിഭാഷകനായ വിനീത് ജിണ്ടാൽ ഡൽഹി പോലീസിൽ നൽകിയ പരാതിയിൽ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലെ സെക്ഷൻ 3 പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ 196, 270 സെക്ഷനുകൾ പ്രകാരവും കേസെടുക്കണമെന്നാണ് ആവശ്യം. അതിനിടെ BJPക്കെതിരെ വ്യാജ വീഡിയോകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിൽ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനിധയ്ക്കും പാർട്ടി സമൂഹ മാധ്യമ സെല്ലിനുമെതിരെ BJP പരാതി നൽകിയിട്ടുണ്ട്. വന്ദേ മാതര വിഷയത്തിൽ പ്രതിരോധത്തിലായപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ BJPക്കെതിരെ വ്യാജ പ്രചാരണം തുടങ്ങിയത്. സോണിയയ്ക്കെതിരെ രാജ്യവ്യാപകമായി കേസ് കൊടുക്കുകയാണ്. അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിദേശ വനിത മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി ഈ രാജ്യം ഭരിച്ചപ്പോൾ ഈ രാജ്യത്ത് എന്തുമാത്രം അക്രമം, എന്തുമാത്രം പിന്നാമ്പുറത്ത് നിന്നും ചരടുകൾ വലിച്ച് ഈ രാജ്യത്തെ അപകടത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്. മാത്രമല്ല, ഇവരെ പിൻപറ്റി ഇവർ ആകെ പടുകുഴിയിൽ വീണു എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസിന്. അവരുടെ സുപ്രിയ ശ്രീനിധയെ പോലെയുള്ള ആളുകൾ വ്യാജ വീഡിയോയുമായി BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. BJP ഇപ്പോൾ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ വ്യാജം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഗാന്ധി പദവി പോലും വ്യാജമായി ഉപയോഗിക്കുന്നവരാണ് ഈ നെഹ്റു കുടുംബത്തിൽ ഉള്ളവർ. സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെ ആ കുടുംബത്തിലുള്ളവർക്ക് പോലും വേണ്ട എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നെഹ്റു സർനെയും അവരാരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പകരം ഗാന്ധി സർനെയും ആണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യാജ ഗാന്ധിമാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരും ഇത്തരം വ്യാജന്മാരാണെന്നും അവർ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട്. BJPക്ക് എന്തോ വൈകി വന്ന വിവേകം എന്ന് വേണം ഇതിനെ പറയാൻ. പരാതിയൊക്കെയായി രംഗത്ത് വരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു BJP ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്തായാലും കേസൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചതിൽ വളരെ നല്ല കാര്യം. ഒരുപക്ഷെ ഈ പാറ്റ കലാപത്തിലൂടെ BJP ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം അടിവരയിട്ട് പറയാം, കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച്, പ്രീണന രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ പതിഞ്ഞ വന്ദേ മാതരത്തെ ആക്ഷേപിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ സദാസമയവും ഭാവി പ്രധാനമന്ത്രിയായി തന്നെ നിങ്ങളുടെ മകന് തുടരേണ്ടി വരും മിസ് സോണിയ. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായ സംഭവത്തിന് പിന്നാലെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ നടത്തിയ നിർബന്ധിത ഡ്രഗ് പരിശോധനയിൽ 2 പൈലറ്റുമാരുടെ പ്രാഥമിക പരിശോധനാ ഫലം അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പോസിറ്റീവായി എന്നാണ്. അന്തിമ സ്ഥിരീകരണ പരിശോധനയുടെ ഫലം ലഭിക്കുന്നതുവരെ ഇരുവരെയും ഫ്ലൈയിങ് ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. ഫുക്കറ്റ് ഡൽഹി വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലാൻഡിംഗ് നടത്തിയ ശേഷം നടത്തിയ 2 യൂറിൻ പരിശോധനകളിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എയർ ഇന്ത്യ എല്ലാ പൈലറ്റുമാർക്കും ഡ്രഗ് ടെസ്റ്റ് നിർബന്ധമാക്കിയത്.
പിന്നീട് നടത്തിയ സ്ഥിരീകരണ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കഞ്ചാവിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ എയർ ഇന്ത്യയിൽ കയറി ജീവനോടെ ലാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി മാറുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈൻ ആയിരുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ ജനങ്ങളുടെ ജീവന് പരിഗണന നൽകുന്നതെങ്കിൽ രണ്ടവന്മാരുടെ കൂടി പൈലറ്റുമാരുടെ കൂടി ടെസ്റ്റ് അത് പോസിറ്റീവായിരിക്കും. ഇവനൊക്കെ കള്ളും കഞ്ചാവും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പറത്താൻ കയറുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എത്രയോ വലിയൊരു കമ്പനിയായിരുന്നു, അതിനെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാനുള്ളത് ഈ രീതിയിൽ ജനങ്ങളുടെ ജീവനിട്ട് പന്താടുന്ന കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കണമോ അവരെ അക്കൗണ്ടബിൾ ആക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ്. പൊതുജനങ്ങളുടെ രോഷം ഇക്കാര്യത്തിൽ വല്ലാതെ ഉയർന്നു വരികയാണ്. കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവർ കൂട്ടക്കൊലയ്ക്കാണ് ഈ എയർ ഇന്ത്യയിലെ പൈലറ്റുമാർ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഈ രീതിയിൽ കള്ളും കഞ്ചാവും അടിച്ച് ഈ വിമാനവുമായി പറക്കാൻ വരുന്നത് കാണുമ്പോൾ, ഈ ഫുക്കറ്റ് ഡൽഹി വിമാനത്തിലെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഈ പരിശോധന നടന്നില്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ വീണ്ടും ഈ വിമാനവുമായി പറന്നേനെ എന്നുള്ളതാണ് വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നത്. എയർ ഇന്ത്യ തിരുത്തിയില്ലെങ്കിൽ തിരുത്താൻ സർക്കാർ തയ്യാറാകണം. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ തയ്യാറാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എത്രയോ ആളുകളാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് ഡൽഹി ജന്തർ മന്ദർ CJP കലാപത്തിന് മുസ്ലിം ഭീകരരെ എത്തിച്ചതായി കണ്ടെത്തൽ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 214-ലധികം കൊടും ഭീകരരെ പിടികൂടിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് ഡൽഹി ജന്തർ മന്ദറിലെ പാറ്റ കലാപത്തിന് മുസ്ലിം ഭീകരരെ എത്തിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ്. ഈ പാറ്റ കലാപകാരികളുടെ അറിവോടും പിന്തുണയോടും കൂടിയാണോ ഈ മുസ്ലിം ഭീകരർ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 253 പേർ, 214 അല്ല 253 പേരാണ് കൊടും ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CJP കലാപത്തെ പിൻപറ്റി രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടു എന്നാണ് കിട്ടുന്ന വിവരം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ പാറ്റ കലാപകാരികൾ ഡൽഹി ജന്തർ മന്ദറിൽ ഈ അക്രമം ഇങ്ങനെ അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ മറവിൽ ഈ രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം നടത്താനാണ് ഈ ISI പിന്തുണയുള്ള മുസ്ലിം ഭീകരവാദ സംഘടന ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ ഈ അഭിജിത്ത് ദീപ്കയൊക്കെ ഉൾപ്പെടുന്ന CJP കലാപകാരികൾ ശ്രമിച്ചത് എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, അത് BJPയിലെ ആയാലും കോൺഗ്രസിലെ ആയാലും CPMലെ ആയാലും ഒക്കെ ആളുകൾ ഈ ജെൻസി സമരമാണ് എന്നൊക്കെ പറഞ്ഞ് ചില പിന്തുണയൊക്കെ കൊടുക്കുന്നത് കണ്ടു. നേതാക്കളോട് പറയാനുള്ളത്, ജെൻസി ഇപ്പോഴും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊരു നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ അവർ തെരുവിലിറങ്ങുകയും ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനപ്പുറം അവരാരും തന്നെ ഈ രാഷ്ട്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അവരാരും തന്നെ പൊതു സ്ഥലത്തിറങ്ങി ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ല. കലാപം അഴിച്ചുവിട്ടിട്ടില്ല. രാജ്യത്തെ കത്തിക്കാൻ ഇറങ്ങിയിട്ടില്ല. അവരൊക്കെ തന്നെ യഥാർത്ഥ ജെൻസികളാണ്. പക്ഷേ ഇവർ ചെയ്തത്, ഈ അഭിജിത്ത് ദീപ്കയെ പോലെയുള്ളവർ ചെയ്തത്, രാജ്യത്തെ കത്തിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ മറവിൽ ഈ മുസ്ലിം ഭീകരർക്ക് സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യാനുള്ള അവസരം ഒരുക്കുകയുമാണ് ചെയ്തത്. ഇവരെയൊക്കെ, ഇവരുടെ സമരത്തെയൊക്കെ പിന്തുണയ്ക്കുന്നവർ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം ഈ വാർത്തകൾ. അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ലഹരിക്കടിമകളുമായ മുസ്ലിം യുവാക്കളെ ഓൺലൈനിലൂടെ കണ്ടെത്തി ഇവരെ സ്വാധീനിച്ച് തീവ്രവാദത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ അറസ്റ്റിലായ സംഘം ചെയ്തത്. 253 പേരെയാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 253 പേർ ഈ രാജ്യത്തെ കത്തിക്കാൻ ഇറങ്ങിയവരാണ്. കേരളത്തിൽ നിന്നും ഉണ്ട് കേട്ടോ 2 പേർ. അത് ഈ
ചുക്കില്ലാത്ത കഷായം, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് 2 അവന്മാർ ഇവിടെ സ്ഫോടനം നടത്താൻ കാത്തിരുന്നു. ആ ലിസ്റ്റ് ഒന്ന് പറയാം. ഉത്തർപ്രദേശ് 62, ഹരിയാന 52, ഡൽഹി 51, പഞ്ചാബ് 44, രാജസ്ഥാൻ 15, മഹാരാഷ്ട്ര 8, ഉത്തരാഖണ്ഡ് 5, കർണാടക 3, ഗുജറാത്ത് 3, ബീഹാർ 3, തെലങ്കാന 2, ഹിമാചൽ പ്രദേശ് 2, ജമ്മു കാശ്മീർ 2, കേരളം 2 എന്നിങ്ങനെയാണ് ആ കണക്കുകൾ നീണ്ടുപോകുന്നത്. അപ്പോഴും ഓർത്തു നോക്കൂ, ഈ CJP കലാപകാരികൾ ഈ അക്രമം അഴിച്ചുവിടുമ്പോൾ അതിന്റെ പിന്നിൽ ഈ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട് ആളുകൾ വരുന്നു. ഇവർ തമ്മിലുള്ള അന്തർധാര അന്വേഷിച്ചേ തീരൂ. അതിന് ഏത് നേതാവ് വന്ന് ഏത് ജൻസിയാണെന്ന് പറഞ്ഞാലും, അത് സമാധാനപരമായ പ്രതിഷേധമാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൻസി ഈ ജാതി പണിക്ക് പോകില്ല. കലാപം നടത്താനും സ്ഫോടനം നടത്താനും പോകില്ല. എല്ലാവരും ജൻസി കാലഘട്ടം കഴിഞ്ഞ് വന്നവരാണ്. ഇപ്പോഴും ജൻസികളുണ്ട്. നിങ്ങൾ അവരെ ന്യായീകരിക്കും മുൻപ് ഓർക്കേണ്ടത് ഇതുപോലെയുള്ള മുസ്ലിം ഭീകരർ ഇവർക്ക് വേണ്ടി പണിയെടുക്കാനും കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെ വഞ്ചിച്ച പാറ്റ കലാപകാരികളെ നിഷ്പ്രഭരാക്കി ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ എന്നതാണ് വാർത്ത. ഈ CJP പിമ്പുകൾ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിനൊരു പിന്തുണ പോലും അറിയിച്ചില്ല. ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് ടൈഫോയിഡ് ആയിരുന്നത്രേ, സൗരവ് ദാസിന് വയറ്റിളക്കവും ഈ അശുതോഷ് ശങ്കയ്ക്ക് പനിയുമായിരുന്നത്രേ, പോകാൻ സൗകര്യമില്ലായിരുന്നു. നേഹ ബോറ എന്ന് പറയുന്ന ഐസയുടെ നേതാവ് അവിടെ ചെന്നപ്പോൾ മഷി ഒഴിച്ചാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ അവളെ ഓടിച്ചത്. കാരണം ഏറ്റവും വലിയ രാഷ്ട്രദ്രോഹിയാണവൾ എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നു. പാറ്റകൾ രാഹുൽ, കെജ്രിവാൾ, പ്രകാശ് രാജ്, മുംബൈയിലെ ബസ് തടഞ്ഞ ഒരു ബിക്കിനി മോഡൽ ഉണ്ടല്ലോ, അവർ, രഞ്ജിനി ഹരിദാസ്മാർ ഉൾപ്പെടെയുള്ള ദിമാഗി നക്സലുകൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഇന്ത്യ മുന്നണി സർക്കാരിനെതിരെ, അതായത് ഈ രാഹുലിന്റെ പിന്തുണയുള്ള ഈ ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ നയിക്കുന്ന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് ജയിച്ചു എന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ കറങ്ങി നടന്ന അഭിജിത്ത് ദീപ്കയും ഈ ടൈഫോയിഡ് ആയിട്ട് കടന്നവനാണ് മഹാരാഷ്ട്രയിൽ കറങ്ങി നടന്നത്. ബംഗാൾ വരെ പോയ അശുതോഷ് ശങ്കി, ഇവന് പനിയായിരുന്നെന്നാണ് പറയുന്നത്. ജാർഖണ്ഡിൽ പോകാൻ സമയമില്ല, പനിയായിരുന്നു. പക്ഷെ ഇവൻ ബംഗാളിൽ പോയി. അവിടെ മരിച്ച ഒരു അബ്ദുള്ളാണ്. ഈ അബ്ദുള്ളിന് എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ അന്വേഷിക്കണം. ഇയാളും ഇയാളുടെ അച്ഛനും ചേർന്ന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പോയി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് നടത്തിയ പ്രതിരോധത്തിലാണ് ഇയാളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഇവനൊന്നും സ്കൂളിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാട്ടുകാർക്ക് കൃത്യമായി കാര്യം മനസ്സിലാവുകയും ചെയ്തു. ഈ അബ്ദുള്ള അവിടുന്ന് വണ്ടിയും പിടിച്ച് ജന്തർ മന്ദറിൽ വന്ന് കലാപം നടത്തിയവനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നലെ പോയി അശുതോഷ് ശൃംഗയുടെ കൂടെ ഈ സ്ഥലങ്ങളിലെല്ലാം പോയത് അവിടുത്തെ CPIM-ന്റെ നേതാവാണ്. അപ്പോൾ ഇവനൊക്കെയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം പറയാൻ ഇറങ്ങുന്നത്. ജാർഖണ്ഡിൽ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവന്മാർ. മറ്റൊരു വിവരം കൂടി അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വീട് വരെ ആക്രമിച്ച രാഹുലും സമരം പൊളിയുമെന്ന പ്രതീക്ഷയിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു. ഇവരെല്ലാം ഈ സമരം പൊളിഞ്ഞു പോകും എന്ന് കരുതി നിശബ്ദരായിരുന്നു. എന്നാൽ രാഷ്ട്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാതെ, ഹിന്ദു വിരുദ്ധത പ്രസംഗിക്കാതെ, കോടികളുടെ വിദേശ പണം വാങ്ങാതെ, സമരത്തിന്റെ പേരിൽ നടുത്തെരുവിൽ ആഭാസം പറയാതെ ജാർഖണ്ഡ് വിദ്യാർത്ഥികൾ CJP-യെയും ജാർഖണ്ഡ് സർക്കാരിനെയും അടിയറവ് പറയിച്ചു. ഈ വിദ്യാർത്ഥികൾ തോറ്റെഴുന്നേറ്റ് പോകുമെന്ന് കരുതിയ പാറ്റ പിമ്പുകളെ അവിടുത്തെ വിദ്യാർത്ഥികൾ മുട്ടുകുത്തിച്ചു എന്ന് വേണം പറയേണ്ടത്. ജാർഖണ്ഡ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ഇന്ത്യ സർക്കാർ JSC CGL പരീക്ഷ റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ് ഈ തീരുമാനം കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ജൻസിക്ക്, യഥാർത്ഥ ജൻസിക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇന്നത്തെ നേഷൻ ഫസ്റ്റ് പ്രിയ പ്രേക്ഷകരെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിവരം എല്ലാവരോടും അറിയിക്കാനുണ്ട്. സെപ്റ്റംബർ 1 മുതൽ ഒരു ബുള്ളറ്റിൻ കൂടി ദേശീയ വാർത്തകൾക്കായി ജനം TV ആരംഭിക്കുകയാണ്. രാവിലെ 8 മണിക്ക് നേഷൻ ഫസ്റ്റ്, ഉച്ചയ്ക്ക് 1:30 ഇനി ആ ബുള്ളറ്റിൻ വരുന്നത് നേഷൻ പ്രൈം എന്ന പേരിൽ, രാത്രി 9:30 നേഷൻ പ്ലസ്. അങ്ങനെ ദേശീയ വാർത്തകൾക്ക് മാത്രമായി ഒരു ചാനൽ എന്ന രീതിയിലേക്ക് മാറുന്നു. എല്ലാ പ്രേക്ഷകരും, പ്രിയ പ്രേക്ഷകർ, ദേശീയ വാർത്തകൾ വളച്ചൊടിക്കാതെ, വ്യാഖ്യാനങ്ങളില്ലാതെ നേരിട്ടറിയാൻ ഈ 3 ബുള്ളറ്റിനുകളും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജനം TV-യിലേക്ക് അറിയിക്കുക. അപ്പോൾ രാത്രി 9:30 കാണാം.
ഗുഡ് ബൈ.